Now, I would like to introduce our chief guest, Mr. Shabu Klitatil. He is the head of news at Arabian Radio Network and one of the prominent members of VK Foundation. Shabu has been felicitated with many awards during his career for his extraordinary work in the field of writing. We welcome you, sir, to say a few words. എല്ലാവർക്കും നമസ്കാരം. I don't know how many of you understand Malayalam. Those who understand Malayalam, please raise your hand. Okay, majority of you. So I'll talk in Malayalam. ഒരു പക്ഷേ ഇവിടെ സംസാരത്തിന് പ്രത്യേകിച്ച് എന്തെങ്കിലും ഒരു മീനിങ് ഉണ്ടെന്ന് തോന്നുന്നില്ല. സംസാരത്തിൻ്റെ അപ്പുറത്തേക്ക് ഭാരതത്തിൻ്റെ ഏറ്റവും മഹനീയമായ ഒരു ക്ലാസിക്കൽ കലയുടെ ഏറ്റവും ഉദാത്തമായ ഒരു ആവിഷ്കാരം നടക്കാൻ പോവുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ സംസാരത്തിന് വലിയ പ്രസക്തിയൊന്നും ഇല്ല എങ്കിൽ പോലും ചില കാര്യങ്ങൾ പറയാതെ പോകാൻ പാടില്ല എന്നുള്ളത് കൊണ്ട് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയണം. പ്രത്യേകിച്ചും ശ്രീമതി നസീന ആനന്ദിൻ്റെ അമ്മ കൂടിയിരിക്കുന്ന ഈ വേദിയിൽ നസീന ആനന്ദ് പഠിപ്പിക്കുന്ന ഒരുപാട് കുട്ടികൾ, അവരുടെ മാതാപിതാക്കളിരിക്കുന്ന ഈ ഒരു സദസ്സിൽ ചില കാര്യങ്ങൾ പറയേണ്ടതുണ്ട് എന്നുള്ളത് കൊണ്ട്. നസീനയെ പരിചയപ്പെടുന്നത് ഒരു റേഡിയോ ശ്രോതാവെന്ന നിലയ്ക്കാണ്. പക്ഷെ അതിനുമപ്പുറത്തേക്ക് നസീനയോടുള്ളൊരു ആദരവ് വർദ്ധിക്കുന്നത് ഒരു 4 കൊല്ലം മുമ്പ് വന്ന ഒരു ഇമെയിലിലൂടെയാണ്. നസീന ആനന്ദ് അയച്ച ഒരു ഇമെയിൽ ഞാൻ കഴിഞ്ഞ ദിവസം എൻ്റെ സോഷ്യൽ മീഡിയയിലും അത് പോസ്റ്റ് ചെയ്തിരുന്നു. ഇവിടെ അവതാരക പറഞ്ഞതുപോലെ തൻ്റെ കുട്ടിക്കാലത്തെ ഏറ്റവും തീക്ഷ്ണമായ ആഗ്രഹം, ആ ആഗ്രഹത്തിൻ്റെ ചിറകിലേറി വർഷങ്ങളോളം അഭ്യസിച്ച ഭരതനാട്യം കൈവിടാതെ ഇന്നിപ്പോൾ ഏറ്റവും വലിയൊരു സ്വപ്നം സാക്ഷാത്കരിച്ചിരിക്കുന്ന ഈ വേദിയിൽ വരെ എത്തുമ്പോൾ അതിൻ്റെ പിന്നിലുണ്ടായിട്ടുള്ള ഒരു സ്ട്രഗിളിനെ കുറിച്ചാണ് ആ ഇമെയിലിൽ നസീന പറഞ്ഞത്. അപ്പോൾ അത് പറയാനുണ്ടായൊരു സാഹചര്യം, വർഷങ്ങൾക്ക് മുമ്പ് 4 വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ തന്നെ ഒരു റേഡിയോ പരിപാടിയിൽ അരുണിമ സിൻഹ എന്ന ഒരു സ്ത്രീയെക്കുറിച്ച് പരാമർശിച്ചിട്ടുണ്ടായിരുന്നു. ആരാണ് അരുണിമ സിൻഹ എന്ന് ചോദിച്ചാൽ എത്ര പേർക്ക് അറിയാം എന്ന് എനിക്കറിയില്ല. പക്ഷേ ആദ്യമായി എവറസ്റ്റ് കീഴടക്കിയ, കൃത്രിമക്കാല് വെച്ച് എവറസ്റ്റ് കീഴടക്കിയ ഇന്ത്യയിലെ ആദ്യത്തെ വനിതയാണ്, അല്ലെങ്കിൽ ആദ്യത്തെ വനിതയാണ് അരുണിമ സിൻഹ. കൃത്രിമക്കാലെന്ന് പറയുമ്പോൾ നമുക്ക് തന്നെ അറിയാം, എവറസ്റ്റ് കണ്ടാൽ വിറയ്ക്കുന്നവരാണ് നമ്മൾ, അത്രയും ഉയരത്തിലേക്ക് കയറാൻ പറ്റാത്തവരാണ് നമ്മൾ. അപ്പോൾ ഒറിജിനലായിട്ടുള്ള കാല് വെച്ച് പോലും കയറാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിൽ കൃത്രിമക്കാലും വെച്ച് എവറസ്റ്റിൻ്റെ മുകളിലേക്ക് കയറിയ അരുണിമ സിൻഹയെക്കുറിച്ചിട്ടുള്ള ഒരു പരിപാടി അവരുടെ ഒരു പുസ്തകത്തിൽ നിന്നാണ്. ബോൺ അഗെയിൻ ഓൺ ദ മൗണ്ടൻ എന്നാണ് ആ പുസ്തകത്തിൻ്റെ പേര്. അപ്പോൾ വർഷങ്ങൾക്ക് മുമ്പ് അരുണിമ സിൻഹയ്ക്ക് അങ്ങനെ അവരുടെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു ആഗ്രഹം കൃത്രിമക്കാല് വെച്ചുകൊണ്ട് ഒരു മൗണ്ടൻ്റെ മുകളിലേക്ക് കയറാൻ സാധിച്ചുവെങ്കിൽ തനിക്ക് തൻ്റെ സ്വപ്നമായ നൃത്തം എന്തുകൊണ്ട് അവസാനിപ്പിക്കേണ്ടതുണ്ട് എന്നൊരു ചോദ്യം നസീന സ്വയം ചോദിച്ചു. അത് നസീനയുടെ ജീവിത ചരിത്രമാണ് ആക്ച്വലി. കാരണം ഭരതനാട്യത്തിൽ നേരത്തെ അവതാരക സൂചിപ്പിച്ചു, ഇന്ത്യയിൽ നിന്ന് തന്നെയുള്ള ഒരു ഗോൾഡ് മെഡലിസ്റ്റാണ് നസീന. പക്ഷേ ഇടക്കാലത്ത് വെച്ച് അവർക്ക് അവരുടെ നൃത്തം തുടരാൻ സാധിച്ചില്ല. അത് ആരോഗ്യപരമായ കാരണങ്ങളാൽ സർജറി കഴിഞ്ഞു, നൃത്തം അവസാനിപ്പിക്കേണ്ടി വന്നു. പക്ഷേ വീണ്ടും ദുബായിലേക്ക് വന്നു, നൃത്തം അഭ്യസിക്കാൻ തുടങ്ങി. എന്നിട്ടും അത് തുടരാൻ സാധിക്കാത്ത വണ്ണം അവർ പിറകോട്ട് വലിക്കുന്ന പല ഘടകങ്ങളും ഉണ്ടായിരുന്നു. പക്ഷേ ഈ അരുണിമ സിൻഹയെക്കുറിച്ചുള്ള പരിപാടി കേട്ടതിന് ശേഷം അയച്ച ഇമെയിലിൽ നസീന എന്നോട് പറഞ്ഞത്, അരുണിമ സിൻഹയ്ക്ക് ഏറ്റവും ഉയരമുള്ള ഒരു പർവ്വതത്തിൻ്റെ മുകളിലേക്ക് കൃത്രിമക്കാലും വെച്ച് കയറാൻ പറ്റിയെങ്കിൽ ഞാൻ മനസ്സിൽ കൊണ്ട് നടന്ന നൃത്തം എന്ന കലാരൂപത്തെ എന്തിന് ഞാൻ പാതി വഴിയിൽ ഉപേക്ഷിക്കണം? അതുകൊണ്ട് ആ മോട്ടിവേഷന്, ആ ഇൻസ്പിറേഷന് നന്ദി പറഞ്ഞുകൊണ്ടായിരുന്നു നസീനയുടെ ഇമെയിൽ. അതുകൊണ്ട് തന്നെ നസീനയുടെ, അല്ലെങ്കിൽ ഗുരു നസീന പഠിപ്പിച്ച ശിഷ്യഗണങ്ങളുടെ അരങ്ങേറ്റം കാണാൻ, ഈ പ്രവേശന ചടങ്ങ് കാണാൻ തീർച്ചയായിട്ടും എത്തിച്ചേരാൻ കഴിഞ്ഞതിൽ എനിക്ക് വലിയ ഭാഗ്യമുണ്ട്. ഞാൻ പറഞ്ഞൊരു വാക്ക് മോട്ടിവേഷൻ എന്നുള്ളതാണ്. ഒരു പക്ഷേ ആദ്യം സൂചിപ്പിച്ചതുപോലെ ഭാരതത്തിലെ ഏറ്റവും വലിയ ഒരു ക്ലാസിക്കൽ കലാരൂപങ്ങളിൽ ഒന്നാണ് ഭരതനാട്യം. ആ വാക്കിൽ തന്നെ എല്ലാം ഉണ്ട്.
ഭരത എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ ഭരതമുനിയുടെ നാട്യശാസ്ത്രത്തിൻ്റെ പേരാകാം, അല്ലെങ്കിൽ ഭാവം, രാഗം, താളം ആകാം, ഏതു വേണമെങ്കിലും കണക്കാക്കാം. അല്ലെങ്കിൽ ഭാരതത്തിൻ്റെ ഏറ്റവും അതിവിശിഷ്ടമായ നൃത്തരൂപം എന്ന രീതിയിൽ ഭരതനാട്യം അങ്ങനെയും ആവാം. എന്തായാലും ആ ഭരതനാട്യത്തിനും ഏത് ഡാൻസിനും കുട്ടികളോട് ഒപ്പം നിൽക്കേണ്ടത് വളരെ പ്രധാനമാണ്. കാരണം അത്രയേറെ ഒരു ഫിസിക്കൽ എക്സേഷൻ ഇതിനാവശ്യമുണ്ട്. അതിനുമൊക്കെ അപ്പുറത്ത് ഒരുപക്ഷെ കുട്ടികളെ സംബന്ധിച്ച് അവരെ പ്രോത്സാഹിപ്പിക്കാൻ അച്ഛനും അമ്മയൊക്കെ ഉണ്ടാകും. അതൊക്കെ കഴിഞ്ഞ് വിവാഹം കഴിഞ്ഞതിന് ശേഷം അവരുടെ ആഗ്രഹത്തിനൊപ്പം കൊണ്ട് നടക്കുക എന്ന് പറഞ്ഞാൽ അത് പങ്കാളിയോ ബന്ധുക്കളോ ഒക്കെ സപ്പോർട്ട് ചെയ്താലേ നടക്കൂ. അത് പലപ്പോഴും ഉണ്ടാകാറില്ല എന്നുള്ളതാണ് വാസ്തവം. ഇനിയിപ്പോൾ അത് അഭ്യസിച്ചിട്ട് എന്തിനാണ് എന്ന് ചോദിക്കുന്ന പല ആളുകളെയും കണ്ടിട്ടുണ്ട്. പക്ഷെ അതല്ല, ഇത് അത്രയേറെ നമ്മളൊരു 4-5 അല്ലെങ്കിൽ 10 മിനിറ്റ് സ്റ്റേജിനകത്ത് ഒരു ഭരതനാട്യം കണ്ട് നമ്മൾ കൈയടിച്ച് പോയി കഴിഞ്ഞാലും നമ്മൾ പറഞ്ഞാൽ നന്നായിരുന്നു, അല്ലെങ്കിൽ അത് മോശമായിരുന്നു, അത്രയും പെർഫെക്റ്റ് ആയില്ല. പക്ഷേ എത്ര മണിക്കൂർ, എത്ര നാളുകൾ എടുത്തിട്ടുള്ള ഒരു പ്രാക്ടീസാണ്, എത്ര മണിക്കൂർ റിഹേഴ്സലാണ്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ടാണ് അവർ തീർച്ചയായിട്ടും ഈ കലാപ്രകടനം നടത്താൻ വരുന്നത്. അതുകൊണ്ട് മോട്ടിവേഷൻ വളരെ അത്യാവശ്യമാണ്. ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളത് ഡാൻസേഴ്സിനാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. കാരണം ഫിസിക്കലി, സൈക്കോളജിക്കലി ഒക്കെ പലപ്പോഴും അവരെ പിന്നോട്ടടിക്കുന്ന പല ഘടകങ്ങളും ഉണ്ടാകും. റിഹേഴ്സലിന് വരുമ്പോൾ പോലും അവരുടെ ജീവിതത്തിലുണ്ടായിട്ടുള്ള താളപ്പിഴകൾ അവർ ഓർത്തേക്കാം. അപ്പോൾ അതുകൊണ്ട് കുട്ടികളെ അച്ഛനമ്മമാർ ഈ ഡാൻസിനൊക്കെ പറഞ്ഞു വിടുന്ന സമയത്ത് ഇതൊരു താൽക്കാലികമായ കലാപ്രകടനത്തിന് വേണ്ടിയിട്ടുള്ളതല്ല. അവരുടെ ജീവിതത്തിൽ ഇതൊരു ആത്മസാക്ഷാത്കാരത്തിൻ്റെ കല കൂടിയാണ്. ഒരു കുട്ടിയെ സംബന്ധിച്ച് ജീവിത അവസാനം വരെയും സെൽഫ് മോട്ടിവേഷനും ഒരു സെൽഫ് സസ്റ്റൈനബിലിറ്റിയും ഉണ്ടാകുന്ന ഒരു കലാരൂപമാണ് പ്രത്യേകിച്ചും ക്ലാസിക്കൽ ഡാൻസ് എന്ന് പറയുന്നത്. അതിലേക്ക് ആത്മാർപ്പണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനു വേണ്ടിയിട്ടുള്ളൊരു സമർപ്പണം ചെറിയ കാര്യമല്ല. അപ്പോൾ അതിനുള്ളൊരു പ്രോത്സാഹനം, അതിനുള്ള ഒരു ഡെഡിക്കേഷൻ ആ കുട്ടികൾക്കുണ്ടാകണമെങ്കിൽ മോട്ടിവേഷൻ കൂടിയേ തീരൂ. ഈ മോട്ടിവേഷൻ എന്താണ് എന്ന് ചോദിച്ചാൽ ഏറ്റവും അവസാനമായിട്ട് ഒരു കാര്യം പറയാം. അടുത്തിടെ ഈ നിങ്ങളുടെ കയ്യിലിരിക്കുന്ന മൊബൈൽ ഫോണിലേക്ക് സോഷ്യൽ മീഡിയയിൽ വന്ന ഒരു വീഡിയോ വൈറലായിട്ടുണ്ടായിരുന്നു. കണ്ടിട്ടുണ്ടായിരുന്നുള്ള ഒരു ശിവ ഓടിക്കയറട എന്ന് പറഞ്ഞുകൊണ്ട് വിളിച്ചിട്ടുള്ള ഒരു കൊച്ചു വീഡിയോ കണ്ടിട്ടുണ്ടോ പലരും? തൊടുപുഴയിൽ നടന്ന ഒരു സ്കേറ്റിംഗ് ചാമ്പ്യൻഷിപ്പിനിടയ്ക്ക് ശിവ എന്ന് പറയുന്ന ഒരു കൊച്ചുകുട്ടി അവൻ മറിഞ്ഞു വീഴുകയും കാണികളിലായിട്ടുണ്ടായിരുന്ന അവൻ്റെ സഹോദരൻ, അവൻ്റെ ജ്യേഷ്ഠൻ അവനെ പ്രോത്സാഹിപ്പിക്കുന്നതാണ്. ശിവ കേറിവാ ഓടിവാ എന്ന് തിരിച്ചു വിളിക്കുന്നതാണ്. അതായത് എഴുന്നേറ്റ് ഓടാൻ വേണ്ടി പ്രേരിപ്പിക്കലാണ്. അങ്ങനെ എഴുന്നേറ്റ് ഓടാൻ വേണ്ടി പ്രേരിപ്പിക്കുകയും ആ ശിവൻ, ആ കുട്ടി എഴുന്നേറ്റ് വീണ്ടും സ്കേറ്റിംഗ് നടത്തുകയും 1ാം സ്ഥാനം നേടുകയും ചെയ്തു. അപ്പോൾ അതൊരു വലിയ പ്രോത്സാഹനത്തിൻ്റെ ഭാഗമായിട്ടുണ്ടായതാണ്. പറഞ്ഞു വരുന്നത് ഇത്രയേ ഉള്ളൂ. ഈ നമ്മളൊക്കെ നടക്കാൻ പഠിക്കുന്നത് ആദ്യം നിൽക്കുമ്പോൾ ഒന്ന് മറിഞ്ഞ് വീഴും, കുഞ്ഞുങ്ങൾ അങ്ങനെയാണല്ലോ. പക്ഷെ വീണിടത്ത് തന്നെ കിടക്കുമ്പോഴാണ് നമുക്ക് സങ്കടം വരുന്നത്. പകരം വീണിടത്ത് നിന്ന് പിടിച്ച് മെല്ലെ എഴുന്നേൽക്കും. ഇത് കൊച്ചുകുട്ടിയുടെ ജീവിതത്തിലുള്ളത് പോലെ തന്നെയാണ് നമുക്കുമൊക്കെ സംഭവിക്കുന്നത്. എവിടെയെങ്കിലും ഒന്ന് വീണു പോയാൽ അവിടെ തന്നെ കിടക്കുന്നതാണ് പരാജയം. പകരം അവിടെ നിന്ന് എഴുന്നേറ്റ് വീണ്ടും നടക്കാൻ ശ്രമിക്കുന്നിടത്താണ് നമ്മുടെ വിജയം ഉണ്ടാകുന്നത്. ആ വിജയത്തിന് വേണ്ടിയിട്ടാണ് നമ്മളൊക്കെ പരിശ്രമിക്കേണ്ടത്. അതുകൊണ്ടാണ് പറഞ്ഞത്, വീണ് കിടക്കുന്നവരെ വീണ്ടും വീഴാൻ അനുവദിക്കാതെ, അവരുടെ മുകളിലേക്ക് വീണ്ടും ചവിട്ടി താഴ്ത്താതെ അവരെ കൈപിടിച്ച് ഉയർത്താനുള്ളൊരു മോട്ടിവേഷൻ അത് ഏത് കലയ്ക്കും ഏത് പ്രതിസന്ധികൾക്കിടയിലും ഉണ്ടാകണം എന്ന് പറഞ്ഞുകൊണ്ട് നസീനയ്ക്കും നസീനയുടെ കുട്ടികൾക്കും എല്ലാവിധ ആശംസകളും നേരുന്നു. ഒരുപാട് സന്തോഷം നസീന.